ഇനി എത്ര വലിയ ഭരണാധികാരികളായാലും തെറ്റു ചെയ്താൽ മാപ്പ് ചോദിക്കുക തന്നെ വേണം. അത് ഒരു ദിവസം ഉണ്ടാകുക തന്നെ ചെയ്യും. അതായത് സംസ്ഥാനത്ത് നടക്കുന്ന വർഗീയ സംഘർഷങ്ങളിൽ മണിപ്പൂർ ജനതയോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. BJP ആണ് മണിപ്പൂർ ഭരിക്കുന്നതെങ്കിലും ഇതുവരെ കലാപം അടിച്ചമർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം പിടിപ്പ് കേടുകൊണ്ട് 300ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 10,000-കണക്കിന് ആളുകൾ വഴിയാധാരമാവുകയും ചെയ്തിട്ടും ആ സംസ്ഥാനത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും നശിപ്പിച്ച നരേന്ദ്രമോദിയാണ് ശരിക്കും ആദ്യം തന്നെ മാപ്പ് പറയേണ്ടത്. അത് വൈകാതെ തന്നെ ഉണ്ടാവും, അതിൽ മാറ്റമില്ല. മോദിയും അമിത്ഷായും സത്യത്തിൽ അവരുടെ കൂടി മാപ്പാണ് മുഖ്യമന്ത്രിയോട് പറയിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതായത് നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ വർഷം മണിപ്പൂരിൽ നടന്നത്. കഴിഞ്ഞ മെയ് 3 മുതൽ ഇന്ന് വരെ സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മാപ്പു ചോദിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിരവധി പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി, നിരവധി പേർക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു, എനിക്ക് മാപ്പ് നൽകൂ എന്നിങ്ങനെ വാവിട്ട് കരയുകയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായി സംസ്ഥാനത്ത് അല്പം സമാധാനത്തിലൂടെ കടന്നു പോകുന്നത് പ്രതീക്ഷ നൽകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം പോലും മണിപ്പൂരിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇതുവരെ മുന്നിൽ വരാൻ തയ്യാറാകാത്ത BJP-ക്കാർ ഇപ്പോൾ കാല് പിടിച്ച് കരയുകയാണ്. സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും കാലുപിടിച്ച് സമാധാനത്തിനായി അഭ്യർത്ഥിക്കുകയാണ് BJP സർക്കാർ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു, നിങ്ങൾ കഴിഞ്ഞ തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും വേണം. സമാധാനവും സമൃദ്ധവുമായ മണിപ്പൂരിനായി ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒത്തൊരുമയോടെ കഴിയണമെന്നും മുഖ്യമന്ത്രി കാല് പിടിച്ച് കരയുകയാണ്. കഴിഞ്ഞ മെയ് മുതൽ സംസ്ഥാനത്ത് നടക്കുന്ന കുക്കി മേത്തൈ സംഘർഷങ്ങളിൽ 200-ലധികം ജീവനുകളാണ് നഷ്ടമായത്. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരിക്കുന്ന BJP സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. മെയ് 3-ാം തീയതിയാണ് മണിപ്പൂരിന്റെ സമാധാനവും ശാന്തിയും തകർത്തുകൊണ്ട് സംഘർഷങ്ങൾ ആരംഭിച്ചത്. മേത്തൈ വിഭാഗത്തിന് പട്ടികജാതി പട്ടികവർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഈ സംഘർഷത്തിന് മുഴുവൻ കാരണമായത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ സംഘർഷങ്ങൾക്കാണ് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. നിരവധി ഗ്രാമങ്ങളും വീടുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും അഗ്നിക്കിരയായി മാറി. യുവതികൾ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. നിരവധി കുട്ടികളെ രക്ഷിതാക്കൾ ക്യാമ്പുകളിൽ ഉപേക്ഷിച്ചു പോയി. സ്വന്തം വീടും ഉപജീവന മാർഗവും ഇല്ലാതായി 50,000-ലധികം ആളുകളാണ് 380 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നത്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും സംഘർഷം നിയന്ത്രിക്കാനോ അവസാനിപ്പിക്കാനോ സംസ്ഥാന കേന്ദ്ര BJP സർക്കാരുകൾക്കായിട്ടില്ല. അതിനാണ് ഇപ്പോൾ മാപ്പ് ഇരക്കുന്നത്. ഇതിനിടെയാണ് സംസ്ഥാനത്തെ ജനതയോട് പരസ്യമായി മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. സംഘർഷത്തിനിടെ 2 യുവതികളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഒന്നു മാത്രമല്ല, ഈ രാജ്യം തല താഴ്ത്തി നിന്ന നിമിഷങ്ങളും ദിവസങ്ങളുമായിരുന്നു അത്. സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പൂർണ്ണമായും നശിപ്പിച്ച ഒരു സംസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അവിടുത്തെ BJP സർക്കാരാണെന്ന് വ്യക്തമായതോടെയാണ് മുഴുവൻ ലോക്സഭാ സീറ്റുകളും BJP-ക്ക് നഷ്ടമായതും അത് കോൺഗ്രസ് പിടിച്ചെടുത്തതും. BJP-യുടെ ആപ്പീസ് തന്നെ പൂട്ടിയെന്നും ഇനി രക്ഷിക്കാൻ ആരുമില്ലെന്നും ഉറപ്പായതോടെയാണ് ഈ പുതുവത്സര ദിനത്തിൽ മാപ്പപേക്ഷയുമായി അവർ വന്നിരിക്കുന്നത്. താമസിയാതെ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മണിപ്പൂർ ജനതയോട് മാപ്പ് പറയുക തന്നെ ചെയ്യും.